പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും തനിക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയുമെന്ന് വാദിച്ച ഒരു പണ്ഡിതനോട് ഒരിക്കൽ ഒരാൾ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എവിടെയാണെന്ന് കാട്ടിത്തരാനാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ രണ്ടടി മാറി ഭൂമിയിൽ ഒരു വൃത്തം വരച്ചിട്ട് ഇവിടെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളന്നു നോക്കാമെന്നും ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ സത്യത്തിൽ നമ്മൾക്കറിയാവുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എവിടെയാണെന്നറിയാമോ? ഒരു വസ്തുവിന്റെ ഉള്ളിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഔട്ടർ എഡ്ജിലേക്കുള്ള മറ്റ് പോയിന്റിലേക്കുള്ള ദൂരം സമമാണെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് വിളിക്കുന്നത്. ഇതനുസരിച്ച് കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സെന്റർ കണ്ടെത്താനാകൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും സെന്ററുള്ള ഒരേ ഒരു ഷേപ്പ് സർക്കുലറോ സ്പെറിക്കുലോ രൂപത്തിൽ മാത്രമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ഷേപ്പ് കൃത്യമായി നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ സെന്റർ കണ്ടെത്താനാകൂ. നിലവിൽ യൂണിവേഴ്സിന് ഇനി പറയുന്ന 3 തരം ഷേപ്പുകളിൽ ഏതെങ്കിലും ഒന്നാകാം എന്നാണ് നിഗമനം. ഇതിൽ ഒന്നാമത്തത് ഫ്ലാറ്റ് അല്ലെങ്കിൽ പരന്ന യൂണിവേഴ്സ് എന്നും, രണ്ടാമത്തത് സ്പെറിക്കൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് യൂണിവേഴ്സ് എന്നും, മൂന്നാമത്തത് ഹൈപ്പർബോളിക് അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സുമാണ്. ഇവയിൽ 99.6% വളവുകളില്ലാത്ത സ്പേസോട് കൂടിയ ഒരു പരന്ന യൂണിവേഴ്സാണ് നമ്മുടെ എന്നാണ് കണ്ടെത്തൽ. ഇങ്ങനെയുള്ള നമ്മുടെ യൂണിവേഴ്സ് അതിരുകളില്ലാത്ത ഒന്നാണെന്ന് കരുതണം. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിന്റെ സെന്റർ കണ്ടെത്തുക അസാധ്യമാണ്. എന്നാൽ ഒബ്സർവബിൾ യൂണിവേഴ്സിന് പരിമിതമായ അതിരുകളാണുള്ളത്. ഇതിന് കാരണം പ്രകാശ വേഗതയുടെ പരിമിതികൾ തന്നെയാണ്. പ്രകാശത്തിന് ഒരു വർഷം 9 ട്രില്യൺ കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ പ്രപഞ്ചം വികസിക്കുന്നത് കൂടി കണക്കിലെടുത്താൽ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ഡയമീറ്റർ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആവും. ഈ അതിരിനെയാണ് പാർട്ടിക്കിൾ ഹൊറിസോൺ എന്ന് നമ്മൾ പറയുന്നത്. ഈ ചക്രവാളത്തിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഒന്നും തന്നെ നിരീക്ഷിക്കാൻ കഴിയില്ല. ഈ സന്ദർഭത്തെ പ്രായോഗികമായി കണക്കിലാക്കിയാൽ നിലവിലത്തെ പ്രപഞ്ചത്തിന്റെ ആകൃതി ഒരു പെർഫെക്റ്റ് സ്പിയർ ആണെന്ന് പറയാനാകും. ഇതിനർത്ഥം നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിന്റെ സെന്റർ കണ്ടെത്താനാകും എന്നതാണ്. നിലവിൽ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്പേസ് ഉൾപ്പെടെയുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് വിസിബിൾ യൂണിവേഴ്സിനെ നിരീക്ഷിക്കുന്നതും ഒബ്സർവബിൾ യൂണിവേഴ്സിനെ നിരീക്ഷിക്കാൻ പോകുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പരമാവധി 46.6 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് റേഡിയസിനകത്തുള്ളത് മാത്രമാണ് നമ്മൾ നിരീക്ഷിക്കുന്നതെന്ന അർത്ഥം. ഇതിൽ നിന്നും നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ കേന്ദ്രമായി നമുക്ക് ഭൂമിയെ കണക്കാക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒബ്സർവർ എവിടെ നിന്നാണ് പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത് ആ സ്ഥലത്തെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി എടുക്കാൻ സാധിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചന്ദ്രനിലോ ചൊവ്വയിലോ നിന്ന് പ്രപഞ്ചത്തെ വീക്ഷിക്കുകയാണെങ്കിൽ ആ സ്ഥലമായിരിക്കും യൂണിവേഴ്സിന്റെ സെന്റർ. ഇത് ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ കാര്യം മാത്രമാണെന്നും ഓർക്കുക. അതേസമയം ഇതിനെ സാങ്കേതികമായി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാനാകില്ല. കാരണം പ്രപഞ്ചം ഇൻഫൈനൈറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. നിലവിലെ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഫൈനൈറ്റ് ആണെങ്കിലും പ്രപഞ്ചം എന്നത് ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് എന്തെങ്കിലും ഒരു അന്ത്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സെന്ററിനെ പറ്റി ചിന്തിക്കേണ്ടതായുള്ളൂ. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ അന്ത്യമായി കണക്കാക്കുന്നത് ഹീറ്റ് ഡെത്ത്, ബിഗ് ക്രഞ്ച്, ബിഗ് റിപ്പ്, ബിഗ് ബൗൺസ് എന്നിങ്ങനെയുള്ള ചില ഹൈപ്പോത്തസിസുകളാണ്. ഇവയിൽ ബിഗ് റിപ്പിന് മാത്രമേ യൂണിവേഴ്സിന് ഒരു അതിർത്തി നിർമ്മിച്ചു കൊടുക്കാനാകൂ. ഇങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ തന്നെ പ്രപഞ്ചം ഇല്ലാതായി ശൂന്യതയിലേക്ക് കടക്കുന്നു. അങ്ങനെ പോകുമ്പോൾ പിന്നെ സെന്ററിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല.